നദികളില്ലാതെ മനുഷ്യരുൾപ്പെടെയുള്ള ഓരോ ജീവജാലങ്ങൾക്കും ജീവിക്കാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പ്രധാന കാരണം. നദികൾ നശിക്കാനുള്ള പ്രധാന കാരണങ്ങളിൽ വരുന്ന ഒരു കാരണം മലിനീകരണം തന്നെയാണ്. മനുഷ്യർ നദിയൊക്കെ കാണുന്ന സമയത്ത് വലിച്ചെറിയുന്നൊരു പ്രവണത ഉണ്ട്. നമ്മുടെ അടുത്തുള്ള വേസ്റ്റ് സാധനങ്ങളൊക്കെ നദിയിലേക്ക് വലിച്ചെറിയുന്ന ഒരു സ്വഭാവം മനുഷ്യർക്കുണ്ട്. ഇത്തരത്തിൽ വലിച്ചെറിയുന്ന ശീലം മാറ്റുന്ന സമയത്താണ് നമുക്ക് ഈ നദിയൊക്കെ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുള്ളൂ. വനനശീകരണം നദികളില്ലാതെയാവാൻ പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. അതുപോലെ മണൽ ഖനനം. ഒരു മണൽ തരിക്ക് അതിൻ്റെ പകുതിയിലധികം വെള്ളത്തിന് സ്റ്റോർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത്. മണൽ ഖനനം നടത്തുന്ന സമയത്ത് നദികളിലുള്ള വെള്ളം വറ്റിക്കൊണ്ടിരിക്കും. അങ്ങനെ വറ്റുന്ന സമയത്ത് എന്ത് സംഭവിക്കും? നദികളുടെ വെള്ളത്തിൻ്റെ അളവ് കുറയും. അത് മനുഷ്യരെയും മറ്റുള്ള ഓരോ ജീവജാലങ്ങളെയും ബാധിക്കും എന്നുള്ളത് തന്നെയാണ്. പിന്നെ മറ്റൊരു കാര്യം കാലാവസ്ഥ മാറ്റമാണ്. കാലാവസ്ഥ മാറ്റം ഉണ്ടാവുന്നതിലൂടെ നദികളിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാവുന്നത്. നമുക്കൊക്കെ അറിയുന്നുണ്ടായിരിക്കും, മുണ്ടക്കയിലും ചൂരൽമലയിലൊക്കെ ഉണ്ടായ ദുരന്തത്തിൽ, കാലാവസ്ഥാ വ്യതിയാനത്തിൽ, കനത്ത മഴയിലും നദികളെല്ലാം കര കവിഞ്ഞൊഴുകുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. കാലാവസ്ഥാ മാറ്റങ്ങൾ നദികളിൽ അവരുടെ വളർച്ചയിൽ, അവരുടെ വ്യാപ്തിയിലൊക്കെ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അമിതമായിട്ടുള്ള അണക്കെട്ടുകൾ വെള്ളത്തിൻ്റെ നീരൊഴുക്കിനെ തടയാനൊക്കെ കാരണമാവുന്നുണ്ട്. നദികൾ മരണമടയാൻ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ കാരണമാവുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ആലോചിക്കുക. നദികൾ കേവലം ഒരു ജലസ്രോതസ്സ് മാത്രമല്ല, നമ്മുടെ സംസ്കാരവും കലയും രാഷ്ട്രീയവും സിനിമയും എല്ലാം ഉൾപ്പെടുത്തി വന്നിട്ടുള്ളത്, എല്ലാം രൂപപ്പെട്ടു വന്നിട്ടുള്ളത്, നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ളത്, നമ്മുടെ യാത്രയുടെ ഭാഗമായിട്ടുള്ളത്, നമ്മുടെ കൃഷിയുടെ ഭാഗമായിട്ടുള്ളത് നദികളാണ് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് ഈ ഒരു ദിവസം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. എല്ലാവരും നമ്മുടെ ചുറ്റുവട്ടത്തുള്ള നദികളൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നദികൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മുടെ കമൻറ്റിൽ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ.